Hi, the future of the past. ഭൂതകാലത്തിൻ്റെ ഭാവി. 2010 ഫെബ്രുവരി 9 ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന എഡിറ്റോറിയൽ. Friends, this is part 2 of the video. Let us take a look at the short answer questions. Here is question number 1. What does the death of a language suggest? ഒരു ഭാഷയുടെ മരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ചോദ്യം. The death of a language suggests the passing of many things, a way of life, a cultural identity, and a repository of indigenous knowledge. ഒരു ഭാഷ ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ അതിനോടൊപ്പം മറ്റു പല പ്രധാന സംഗതികളും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അതായത് ഒരു ജീവിത രീതിയും ഒരു തനത് സംസ്കാരവും ഇല്ലാതാവും. അതുപോലെ തന്നെ നാട്ടറിവുകളുടെ ഒരു വൻ ശേഖരവും നശിച്ചു പോകും. ഇതാണ് ഉത്തരം. Now, short answer question number 2. What is the important observation that Wittgenstein made about language? ഭാഷയെപ്പറ്റി വിറ്റ്ഗൻസ്റ്റൈൻ എന്ന തത്വചിന്തകൻ നടത്തിയ പ്രധാന നിരീക്ഷണം എന്താണ്? ഇതാണ് ചോദ്യം. The Austrian philosopher Ludwig Wittgenstein observed that the limits of one's language are the limits of one's world. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ തത്വചിന്തകന്മാരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഓസ്ട്രിയൻ ഫിലോസഫർ ലിഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ അദ്ദേഹം പറഞ്ഞത്, ഒരാളുടെ ഭാഷ എത്രയുണ്ടോ അത്രയേയുള്ളൂ അയാളുടെ ലോകവും അയാളുടെ അറിവും. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ ഭാഷ കേൾക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിന് എന്ത് വിവരമുണ്ടെന്ന്. This is the answer. Now, short answer question number 3. What is Bow and who is Boa Senior? എന്താണ് ഈ ബൗ? ആരാണ് ഈ ബോവ സീനിയർ? ഇതാണ് ചോദ്യം. Bow is one of the 10 languages of the tribes that populated the great Andaman archipelago. ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിലെ ഗോത്രവർഗക്കാർ സംസാരിച്ചിരുന്ന 10 ഭാഷകളിൽ ഒരെണ്ണമായിരുന്നു ബൗ എന്ന ഭാഷ. Boa Senior was the last speaker of the Bow language. ഈ ബോ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ ആളായിരുന്നു ബോവ സീനിയർ എന്ന വനിത. ഇതാണ് ഉത്തരം. Now, short answer question number 4. What does the passing of Boa Senior represent? ഈ ബോവ സീനിയറിൻ്റെ മരണം, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. The passing of Boa Senior, the grand old lady, represents the irreplaceable loss of a part of the world's heritage, the passage of the remnants of a living culture into memory. ഈ നമ്മുടെ ബോവ സീനിയർ മുത്തശ്ശിക്ക് മരിക്കുന്ന സമയത്ത് 85 വയസ്സായിരുന്നു. അവരുടെ മരണത്തോടൊപ്പം ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം നമുക്ക് നഷ്ടമായത് ഈ ലോക പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അവരുടെ മരണത്തിലൂടെ ഒരു ഭാഷ തന്നെ ഇല്ലാതായി, അതോടൊപ്പം ഒരു സംസ്കൃതിയും. ജീവിച്ചിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെറും ഒരു ഓർമ്മയായി മാറി. ഇതാണ് ബോവ സീനിയറിൻ്റെ മരണത്തോടൊപ്പം സംഭവിച്ചത്. Well, this is the answer. Now, short answer question number 5. What caused the dwindling number of indigenous people in Andaman? ആൻഡമാനിലെ ഗോത്രവർഗക്കാരുടെ എണ്ണം ഇത്ര കുറഞ്ഞു പോകാൻ എന്താണ് കാരണം? ഇതാണ് ചോദ്യം. Most of them were either killed by British colonizers or died through diseases imported by settlers. This is the reason for the dwindling number of indigenous people in Andaman. അവരിൽ മിക്ക ആളുകളെയും ഒന്നുകിൽ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കി, അല്ലെങ്കിൽ അവിടെ കോളനി സ്ഥാപിച്ച വിദേശികൾ പുറം നാട്ടിൽ നിന്ന് അവിടേക്ക് കൊണ്ടുവന്ന രോഗങ്ങൾ മൂലം ഈ പാവം ഗോത്രവർഗക്കാർ ചത്തൊടുങ്ങി. ഇതാണ് ആൻഡമാനിലെ ഗോത്രവർഗക്കാരുടെ എണ്ണം ഇത്ര കുറയാൻ കാരണം. Well, friends, these are the short answer questions. Now, the paragraph questions.
Here is question number 1. The surviving tribes in Andaman. ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ പറ്റി ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാമോ? ഇതാണ് ചോദ്യം. Take a look at the answer. Originally, there were around 10 different tribes in the islands in the Andaman. ഇവിടെ ആദ്യകാലത്ത് 10ഓളം വ്യത്യസ്ത ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. Now only 3 tribes survive there. ഇന്നവിടെ 3 ഗോത്രവർഗ്ഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. The Jaravas, 250 in number, are one of the largest tribes. ഏതാണ്ട് 250ഓളം അംഗങ്ങളുള്ള ജാരവാസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഗോത്രവിഭാഗം. They resisted contact with outsiders until 2 decades ago. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുൻപ് വരെ പുറത്തു നിന്നുള്ള ആളുകളുമായി അവർ ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. Their way of life is threatened by the friendly contact promoted by the Great Andaman Trunk Road that cuts through their forest homeland. എന്നാൽ അവർ താമസിക്കുന്ന വനാന്തർ ഭാഗത്തുകൂടി ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന വലിയ ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ അത് അവരുടെ സ്വൈര ജീവിതത്തെ സാരമായി ബാധിച്ചു. The Onjis, around 100, are one of the most primitive tribes. ഏതാണ്ട് 100ഓളം ആളുകളുള്ള ദി ഓഞ്ചസ് എന്ന ഗോത്രവിഭാഗം വളരെ പ്രാകൃതരായിട്ടുള്ള ആളുകളാണ്. They live in a remote pocket in the Little Andaman. ലിറ്റിൽ ആൻഡമാൻ്റെ അങ്ങ് അകലെയുള്ള ഏതോ ഒരു ഓണം കേറാ മൂലയിലാണ് ഈ ആളുകളുടെ താമസം. The third and last tribe is the Sentinelese. അവസാനത്തെ, അതായത് 3ാമത്തെ ഗോത്രവിഭാഗം the Sentinelese. They have fiercely resisted outside contact and their numbers and language remain unknown. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല അവർക്ക്. അവർ എത്ര പേരുണ്ടെന്നോ എന്ത് ഭാഷയാണ് അവർ സംസാരിക്കുന്നതെന്നോ ഈ ലോകത്ത് ആർക്കും അറിയില്ല. Well friends, this is the answer. Now paragraph question number 2. Importance of the linguistic diversity of Andaman. ആൻഡമാൻസിലെ ഭാഷാപരമായ നാനാത്വം, അതായത് വൈവിധ്യം, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. The linguistic and cultural diversity of the Andamans has largely been neglected. പൊതുവെ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ആൻഡമാൻസിലെ ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യം. The indigenous inhabitants of the Andaman Islands speak dialects of the Great Andamanese language. ഈ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ സംസാരിക്കുന്നത് ദ ഗ്രേറ്റ് ആൻഡമനീസ് ഭാഷയുടെ വിവിധ ഡയലക്റ്റുകൾ, അതായത് പ്രാദേശിക വകഭേദങ്ങളാണ്. These languages or dialects are regarded as one of the 5 language families in India. നമ്മുടെ ഭാരതത്തിൽ 5 പ്രധാന ഭാഷാ കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ഭാഷകളോ അവയുടെ പ്രാദേശിക വകഭേദങ്ങളോ ആണ് ഇക്കൂട്ടരുടെ സംസാര ഭാഷ. As some people believe, if Onj Jarawa is derived from a separate linguistic ancestor, then this remarkable region would have contributed to 2 of 6 language families. ചില ഭാഷാ പണ്ഡിതന്മാർ കരുതുന്നത് ഓഞ്ച് ജാരവ ഭാഷ ഉണ്ടായത് ഒരു പ്രത്യേക ഭാഷാ കുടുംബത്തിൽ നിന്നാണെന്നാണ്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൽ 6 ഭാഷാ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ 6 ഭാഷാ കുടുംബങ്ങളിൽ 2 എണ്ണം ഈ ആൻഡമാൻ പ്രദേശത്തിൻ്റെ സംഭാവനയാണ്. It is very important that we preserve this linguistic diversity. ഈ ഭാഷാ വൈവിധ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. For that, the indigenous communities are to be empowered to protect their ancient traditions and tap into local resources in a sustainable way. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിനായി ഈ ഗോത്രവംശക്കാരായ ആളുകളെ നാം ശാക്തീകരിക്കണം.
അങ്ങനെ ഈ ആളുകളുടെ പുരാതന പൈതൃകങ്ങളെ അവർ തന്നെ സംരക്ഷിച്ച് അതിനെ നിലനിർത്തും. ഇതാണ് ഉത്തരം. Now, paragraph question number 3. Significance of the death of Boa Senior, the last speaker of Bo language. ബോ ഭാഷയുടെ മരണം, ആ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ ആളായ ബോവ സീനിയറിൻ്റെ മരണം, ഇവയുടെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. The death of a language means the passing of many things, a way of life, a cultural identity, a repository of indigenous knowledge. ഒരു ഭാഷ മരിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റനേകം സംഗതികളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനം ഒരു ജീവിത രീതി ഇല്ലാതാവുന്നു എന്നതാണ്. മറ്റൊന്ന്, ഒരു തനത് സംസ്കാരം അപ്രത്യക്ഷമാവുന്നു. അതുപോലെ തന്നെ നാട്ടറിവുകളുടെ ഒരു വൻ ശേഖരവും നമുക്ക് നഷ്ടപ്പെടുന്നു. ബോ ഈസ് വൺ ഓഫ് ദ 10 ലാംഗ്വേജസ് ഓഫ് ദി ആൻഡമാൻ ട്രൈബ്സ്. ആൻഡമാൻസിലെ ഗോത്രവർഗക്കാർ സംസാരിച്ചിരുന്ന 10 ഭാഷകളിൽ ഒന്നായിരുന്നു ബോ എന്ന ഭാഷ. Boa Senior was the last speaker of the Bo language. ആ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ ആളായിരുന്നു ബോവ സീനിയർ. Her death at the age of 85 marks the irreplaceable loss of a part of the world's heritage. ഈ ലോക പൈതൃകത്തിൻ്റെ ഒരു ഭാഗം ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം നമുക്ക് നഷ്ടമായി 85-ാമത്തെ വയസ്സിൽ അവരുടെ മരണത്തിലൂടെ. കാരണം ഒരു ഭാഷയില്ലാതായി, അതോടൊപ്പം ഒരു സംസ്കൃതിയും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാസേജ് ഓഫ് ദ റെമനൻസ് ഓഫ് എ ലിവിങ് കൾച്ചർ ഇൻ ടു മെമ്മറി. ജീവിച്ചിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ഓർമ്മയായി മാറി. ഇതാണ് ബോവ സീനിയറിൻ്റെ മരണത്തോടൊപ്പം സംഭവിച്ചത്. ഇറ്റ് ഷോസ് ഹൗ ഫ്രജൈൽ ദ ഇൻഡിജിനസ് പീപ്പിൾ ഓഫ് ദി ആൻഡമാൻസ് ആർ. ആൻഡമാൻ ദ്വീപ് നിവാസികളും അവരുടെ ജീവിതവും എത്ര ദുർബലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് ഓൾസോ റിമൈൻഡ്സ് അസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദെയർ ലൈവ്സ് ആൻഡ് ദെയർ കൾച്ചർ ഫ്രം ഫർദർ ഡിഗ്രഡേഷൻ. ആ ദ്വീപ് നിവാസികളുടെ ജീവിതവും അവരുടെ സംസ്കാരവും കൂടുതൽ ക്ഷയിച്ച് ഇല്ലാതാവുന്നതിൽ നിന്നും അവയെ രക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതാണ് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. Well friends, these are the answers. Thank you for watching. See you soon. Bye bye.